ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ എസ്കേപ്പ് ഫ്രം കാർണിവൽ ഓഫ് ടെറർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഇതൊരു വലിയ ക്ലൗണല്ല, ഒരു പൊട്ടനായ ഒരു ക്ലൗണ് നടത്തുന്ന ഒരു കാർണിവലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെറുതെ പൊട്ടനായ നമ്മൾ കയറി വന്നു കാണാൻ വേണ്ടിയിട്ട്. കാർണിവൽ വന്ന പാടിനെ ഗേറ്റ് കൂട്ടി. പിന്നെ എന്താ ചെയ്യുക? പിന്നെ മൂഞ്ചിയിൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, തിരിച്ചോടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് പോകാൻ. അത് പെന്നി വയസ്സിൻ്റെ ബലൂണല്ലേ, അന്നെ വെട്ടിച്ചടാൻ വേണ്ട. ഓക്കെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ചാടാൻ പറ്റുമോ നോക്കിയൊക്കെ. ഇല്ല, സത്യം നല്ല സ്കില്ലുണ്ട് ചെമ്പിൽ. കണ്ട പറയ സ്കിൽഡ്. എൻ്റെ അത്ര സ്കില്ലുള്ള ആരും ഈ ലോകത്തിന് ഉണ്ടാവില്ല. അതോ കണ്ടാ എൻ്റെ ജമ്പി. ഞാൻ നിങ്ങൾക്ക് സ്കില്ല് കാണിച്ചു തന്നിട്ട്, അല്ലാണ്ട് ഞാൻ തോറ്റൊന്നുമല്ല. ഇതൊക്കെ ഈസി. ഇതൊക്കെ നമ്മൾ പുല്ല് കുറച്ച് കളയണ പോലെ ചെയ്യണം. തോന്നുന്നു മറ്റേ ജോക്കറിൻ്റെ മൂക്കുകളൊക്കെ തൊട്ടുണ്ടാവില്ലേ, ഒച്ച ജോക്കർമാരുടെ ഒക്കെ. ജോക്കർ ക്ലൗണുണ്ട്. ഹലോ ജിം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക. കണ്ടാ പറഞ്ഞു, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യില്ല, ഗെയിം ഗോസ്റ്റ് ഫ്രൈ ചെയ്യും. ഇതൊന്ന് കടം തരുന്നിട്ട് സാധനം ഒരു അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ അൽഫാം ഉണ്ടാക്കേണ്ടത് കാണിക്കുന്നത് ഈ സിലിണ്ട്, വേറെ ഒന്നുമില്ല. ഓടിക്കോ. അത് ഞാനിങ്ങനെ ബീവിക്ക് ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നത്. അപ്പം എൻ്റെ ശരീരം വലുത്, തല ചെറുതാണല്ലോ. ഓടിക്കോ. ഓയേ ഇതൊക്കെ എന്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുല്ല് കുറച്ച് തന്നെ അത്ര പണിയുള്ളൂ. ഇതൊക്കെ കണ്ടാ പറഞ്ഞില്ലേ, വേറെ ഉറച്ച പുല്ലുകൾ. വേറെ പുല്ലിന് അതൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വിട്ടുണ്ട്. അടുത്തൊക്കെ പൊട്ടി ഒഴില്ല. ഇങ്ങനെ നിന്നാലും ഒരു ബാലൻസ് അടിക്കില്ലാണ്ട്. അത് ചുമരുമ്പോഴൊക്കെ പോവുകയാണെങ്കിൽ ഇന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമായി കിട്ടുന്നു. ഇതിങ്ങനെ ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാത്. ഒരു ഭീകരൻ തന്നെ. ഇതൊക്കെ എന്ത് ഇതെന്ത് ചെയ്തിരുന്നില്ല. വേൾഡ് റെക്കോർഡ്. ഇവിടുന്ന് കണ്ട് ചെയ്യണം. ചെയ്യണ്ട് സുഖം ഒരിക്കലും നമുക്ക് മറക്കാനേ പറ്റുകയില്ല. പറ്റും. പിന്നെ ആർക്കാ പറ്റാത്തതെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ വീണാൽ ഒരു പൊടി പോലും കിട്ടില്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഞാൻ ഇപ്പോൾ വീണ് കാണിച്ചു തരാം. പിന്നെ ഇപ്പോഴല്ല വീണ് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴല്ല. ഇവിടുന്ന് ചാടണ്ട, കാരണം ചെക്ക് പോയിന്റ് ഇപ്പോഴും കിട്ടിയില്ല. ഞാൻ കുറച്ച് വഴിയില്ല. ഇനി ആടാം. ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് പൊടി പോലും കിട്ടില്ല എന്നാണ് ചിലവെങ്കിൽ. കണ്ടോളൂ, തുറന്ന് കാണുക. പൊടിയടക്കം കിട്ടി, ഒരു പൊടി പോലും നഷ്ടപ്പെടാണ്ട്. അവിടെ മരം മുറിക്കണ സാധനമല്ലേ, അങ്ങനെ തോന്നുന്നു. മരം മുറിക്കണതിൻ്റെ ബ്ലേഡ്. ടണലിൽ കൂടെ കാർണിവലിൽ കയറി പോവുക. ഇവിടെ കയറി ഇവിടെ മറ്റേ മണ്ടൻ ക്ലൗണ് വരും.
ഓക്കെ അറിയാം. നമ്മളിങ്ങനെ പോകാം. ഇങ്ങനെ പോയതിൻ്റെ പിന്നാലെ കൊണ്ട് പിടിക്കാനുള്ള കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അത് വേറെ ഒന്നുമല്ല. ക്രൗൺ വരുമ്പോൾ ഒരു വെളിച്ചുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കുതിർന്ന് ആദ്യം ചെയ്തിരുന്നു. ആദ്യം ഇപ്പോഴല്ല, പണ്ട് 1000-1500 കാലഘട്ടങ്ങളിൽ 1000-1500 കാലഘട്ടം ഞാൻ കയറിക്കോ 1000 കാലഘട്ടങ്ങളിലല്ല 2025-26 കാലഘട്ടങ്ങളിൽ എന്നാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ പറയുന്നത് പറയാനായി സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ നമുക്ക് രക്ഷപ്പെടേണ്ട എന്താണ് ഫുഡ് ഹൗസ് എഴുതിയത് മാറിയതോ ഫുഡ് ഹൗസ് എന്നുള്ളത്. അതോ ഫൺ ഹൗസ് ആണോ? അതോ ഫുൾ ഹൗസ് ആണോ? അതോ അത് ഞാൻ പറയുന്നില്ല. പറയാതെ അവിടെ വീണ്ടും മൂക്ക് വന്ന്. ഹലോ ജിം, എന്നോടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട്. അടി പോടാ. പറ്റിച്ചേ എല്ലാത്തിനും ഒറ്റടിക്ക് പറ്റിച്ചിട്ട് പറ്റിച്ചേ എല്ലാത്തിനും പറ്റിച്ചു. ജിം എന്താ പറയണ്ട? ഒന്നും പറയണ്ട, ഞാൻ എല്ലാം ചെയ്തോണ്ട്. ഇങ്ങാണ്ട് ഈ പോർട്ടലിൽ കൂടെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഉണ്ടാവും. അവിടെ എവിടെ ഉള്ള സ്ഥലം? ഇവിടെ കൂടെ ഒക്കെ നമുക്ക് പോകണം. അല്ല, ഇവിടെ കൂടെ തന്നെയല്ലേ പോകേണ്ടത്? ആണ് ഇങ്ങനെ പോകേണ്ടത് അല്ലേ? നമ്മൾ കറങ്ങി അടിച്ചു വരണം. പറ്റും. ഇത് വീണ്ടും ഗ്രില്ലർ മെഷീൻ വന്നിരിക്കുന്നു. ഫയർ എടാ, തീ കൂടെ നടക്കുന്നത്. അപ്പോൾ തീ കൂടെ നടന്ന പ്രശ്നമില്ലേ? ഇവിടെ വിശ്വസിക്കാനുള്ള ഹാക്കറാണെങ്കിലോ, ഹാക്കറായ പിന്നെ സമയമില്ലേ? ഹാക്കറായ പിന്നെ നമ്മൾ ഇത്ര ചെയ്തൊക്കെ വെറുതെ പാഴായി പോവുകയില്ലേ? ഇല്ലേ? നിങ്ങൾ പറയൂ, പാഴാവുകയില്ലേ? ഇല്ലേ? ഇവിടെ എന്താ ഫോണി എന്തല്ലേ? ഇവിടെ നമുക്ക് സ്പീഡ് വേണം ഗൈസ്. അയ്യോ ഓക്കെ, ഞാൻ ഇവിടെ അത് ശരി. അപ്പോൾ നമ്മൾ നിൽക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ ജിം നിൽക്ക്. എടാ, 2 ജിമ്മോ? ഇപ്പം ഇതിൻ്റെ മുന്നിൽ പോകണ ഒരു ജിമ്മ്, മറ്റേ ബലൂൺ പിടിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ജിമ്മ്. നിൽക്കണേ ഇത് ഇപ്പം എനിക്ക് അഭിസി പോകാൻ ഇഷ്ടം എന്നാൽ നിൽക്കോ. പിന്നെ എന്തിനാ വിളിച്ചേ? പാവം ഞാൻ തന്നെ എല്ലാം കൊണ്ട് സഹായിക്കാൻ വിചാരിച്ചത്, പക്ഷെ ഞാനായോണ്ടല്ലോ ഇങ്ങനെയാണ്. പിന്നെ എന്തിനാണ് ഈ മണ്ടൻ വിളിച്ചത്? പിന്നെ തന്നെ ഞാൻ പറയുന്നു, ഞാനാണ് മണ്ടൻ. കുറച്ച് നേരം ഞാൻ എൻ്റെ ലാംഗ്വേജിലാവില്ല ഗൈസ്, എന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ.
ഞാൻ അതിൻ്റെ അടുത്ത് മലയാളം പറഞ്ഞതിനാൽ പറഞ്ഞെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നും കൂടി നമുക്ക് ലാംഗ്വേജ് ട്രൈ ചെയ്ത് നോക്കാം. ഇറങ്ങി പോണു കണ്ടാറോ, നമുക്ക് വിഷയമല്ല. നമ്മൾ സാധാ ലാംഗ്വേജിൽ നമ്മളത് ബീറ്റ് ചെയ്യും. കണ്ടോ, ഇതിൽ ജമ്പ് മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ളവർക്ക് ഓട്ടോ കൺട്രോൾ. അവൻ എടുത്തിട്ട് അഭിഷേക് തന്നെ പറഞ്ഞേക്കണം. പിന്നെ അവിടെ എത്തിയിട്ട് വേണ്ട, ഇവിടെ നമ്മൾ കണ്ടു. ഈഗോ പേഴ്സൺ ഈഗോ അല്ല. ഒരു മാജിക് കാണിച്ചിട്ടേ ഒന്ന് കണ്ടോ. 1 2 3 കണ്ട, മാജിക്കാണ്. അവിടുന്ന് ഇതുവരെ എത്തി. അതാ സ്പീഡ് പറഞ്ഞു. ഇനി ജമ്പ് ഔട്ടാ, ഇനി ജമ്പ് ഓവറാണ്. എന്നാലും ഇതിൻ്റെ മാജിക്കേ അവിടെ നിന്ന് ഒന്ന് കണ്ണ് ചിമ്പിയതും ഞാൻ അവിടെ എത്തി. അങ്ങനെ ആയി പോയില്ലേ. ഉണ്ടോ എൻ്റെ ജമ്പൊക്കെ ചത്തുപോയി. ഞാൻ അതുപോലെ കളിക്കാൻ വേണ്ടല്ലേ. ജമ്പ് അത് ഡബിൾ ജമ്പ് കിട്ടുമോ? ഇല്ല, അതുണ്ടെങ്കിൽ സുഖമായിരുന്നു. കറങ്ങണ ഫ്രണ്ട് ഫ്ലിപ്പ് അടിച്ചിട്ട് കറങ്ങണ്, അല്ല ഫ്രണ്ട് ഫ്ലിപ്പ് അടിച്ചിട്ടാണ് ചാടണ്. ഇവിടത്തെ ഇനിയുണ്ട് കുറേ. ഫൈനലി ഇങ്ങണ്ട്. ഓക്കെ, ഇങ്ങണ്ട്. അല്ല, ഇങ്ങണ്ട് കറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ എത്തുമോ? ഇല്ലല്ലേ. ഇങ്ങണ്ട്. ഓയ്യേ, ഇങ്ങണ്ടോ? ഈ വഴിയില്ല. അങ്ങോട്ട് ചാടാൻ പറ്റില്ലേ? ഞാൻ വിചാരിച്ചത് എങ്ങനെ അങ്ങോട്ട് ചാടുന്നു. അത് ഇവിടുന്ന് വീണ്ടും സ്പീഡാണ്. പറ്റുന്നത് നമ്മൾ ചെയ്തിരിക്കും. ഏലിയൻ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പകുതി മുക്കാലും നമ്മളങ്ങനെ ചെയ്തു. നമ്മൾ ഈഗോ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ നോർമൽ മല പിന്നെ ഞാൻ ചെയ്താൽ ഇതാണ് അവസ്ഥ. ഓക്കെ, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമുക്ക് മാജിക്കിനെ ഒന്നും കൂടി ചെയ്താലോ? അല്ലേ, ആബ്രാക്കഡാബറ ആയി ഇവിടുന്നല്ല. ആബ്രാക്കഡാബ്ര ബും കടാ ഇവിടെ എത്തി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചാടേണ്ടത് ഗൈസ്. നമ്മൾ മാജിക്കിലൂടെ നമുക്ക് വീണ്ടും ഇവിടെ തിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചാടാം. മോൾക്കിലേക്ക് ചാടാൻ നമ്മൾ ചാവൂലേ? അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്ത്. ഹലോ ജിം ബ്രോ, ഒരു ടിക്കറ്റ് അല്ലേ? സാറല്ലേ, ഫ്രീ ടിക്കറ്റാ. ഓക്കെ, ഉള്ളി കയറാം. എൻ്റെ വായ കയറിക്കുന്നു. നേരത്തെ പോകേണ്ട നാവ് ഇങ്ങനെ നീട്ടിയ നീങ്ങു, നമുക്ക് കയറിക്കോന്ന് പറഞ്ഞിട്ട്. ഇതിലൊരു സ്വാഗതം ചെയ്യില്ല, ജസ്റ്റ് കയറി വാടാന്ന്. അതൊന്നും കുഴപ്പമില്ല, നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനല്ലേ. നമ്മൾ ക്ലോണിൻ്റെ അതെന്ത് റൂമുകളാടാ, ഇത്രയും ട്രാപ്പൊക്കെ ഞാൻ കിടക്കണം. ആ കേസ് കണ്ട അങ്ങനെ പോയാൽ മതി, പാമ്പഴണ പോലെ. പാമ്പിന് പോകാൻ വേണ്ടിയിട്ടാ. അപ്പം എന്താ 3 ചില്ല് ഡോറ്? ചിലപ്പോൾ നമ്മളെ തന്നെ ഇത് കാണിക്കുക അവിടെ. നമുക്ക് വിഷയമല്ല, നമുക്ക് നേരെ ഇങ്ങനെ പോയാൽ മതി. അടുത്ത ലെവൽ എവിടെ എന്താ നമ്മൾ ഒരു പ്രാവശ്യം പോലും ചാവാണ്ട് അവൻ ചെയ്തിരിക്കുന്നു. ഇതെന്താ ഇപ്പോൾ?
നമ്മൾ ചാടി ചാടി പോകണം, എന്നാലേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഒന്ന് ചാടുക ചാടുക. അതോ അവസാനത്തിൽ നമ്മളങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകണം, എന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. നമ്മൾ കാത്തിക്കണോ? അടുത്ത താന്നിട്ട് പൊന്തണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടാ. ഇങ്ങനെ പൊന്ത് 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 പൊന്തി പൊന്തി പൊന്ത് 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 പൊന്തറാ. ആ പൊന്തി കണ്ടാ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ ഓടിക്കറിയിട്ടുണ്ട് ചെയ്ത്. വിഷയമല്ല, നമുക്ക് അടുത്ത് ചെയ്യാം. ഇത് നീ ചെയ്യണോ? എടാ എക്സിറ്റ് ആയാ ഈ കഴിഞ്ഞ നമുക്ക് അതിന് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ ഗെയിം ബീറ്റ് ചെയ്ത് ഗൈസ്. ഇപ്പം എന്താ സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റ് ചെയ്യാം. അവിടെ സ്കേറ്റ് ടോപ്പ് ഐറ്റം യു ആണ്. ഇവിടെ ഒന്നും ഇല്ലേ? അത് സ്കേറ്റിംഗ് ബോർഡ് ഇതാ കയറി. ഇല്ല അത് കിട്ടില്ല. എന്താ ഇതൊക്കെ എന്താ? ഓക്കെ, നമുക്ക് ഇതെന്തത് സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കാനുള്ള അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളു ഗൈസ്, നമ്മളിത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലാവാത്തവർക്ക് ഞാൻ വീണ്ടും പറയാം. ഐ വാണ്ട് യുവർ ഹെൽപ്പ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റ ആൻഡ് ഗുഡ് ബൈ.